പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ദിവസം പ്രഭാഷകൻ 2:3 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക, നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഈശോ നമ്മെ ബോധവൽക്കരിക്കുകയാണ് നമ്മുടെ അന്ത്യദിനങ്ങളെക്കുറിച്ച്. വചനം നമ്മോട് പറയുന്നത് എങ്ങനെയാണ്? അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. പ്രിയ സഹോദരരെ, നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനായിട്ട് സാധിക്കണം. എൻ്റെയും നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ എവിടെയാണ്? ഞാനും നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? ഏതൊരവസ്ഥയിലാണ്? ഈശോയോട് കൂടെ ചേർന്ന് നിൽക്കുന്നവരാണോ, അതോ ഈശോയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരാണോ നമ്മളെന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചറിയേണ്ട സമയമാണിപ്പോൾ. പ്രിയപ്പെട്ടവരെ, ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞ് ആ ഈശോയാകുന്ന രക്ഷകനിലേക്ക് ചേർന്ന് നിൽക്കുവാൻ, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ വചനം പറയുന്നത് എങ്ങനെയാണ്? അരക്കച്ച അരയോട് ചേർന്ന് നിൽക്കുന്നത് പോലെ. അതേ പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. നമ്മുടെ കുറവുകളെ, പോരായ്മകളെ, എന്നെയും നിങ്ങളെയും ഈശോയിൽ നിന്ന് അകറ്റുന്ന എന്തെങ്കിലും തിന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നെല്ലാം ഓടിയകന്ന് അതെല്ലാം വിട്ടൊഴിഞ്ഞ് ദൈവമാകുന്ന രക്ഷകനാകുന്ന ആ ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ വചനം പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ അന്ത്യദിനം വരെ, പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെ അന്ത്യദിനം വരെ ധന്യമായിരിക്കുമെന്ന് വചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മരണം വരെയും മരണാനന്തര ജീവിതവും ഒരു ധന്യമായി തീരുവാനായിട്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ.